ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ മായാത്തൊരോർമ്മ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. പേരുകൾ തികച്ചും സാങ്കല്പികം. അല്ലെങ്കിൽ തന്നെ ഒരു പേരിൽ എന്തിരിക്കുന്നു, അല്ലേ? വിളിച്ചാൽ വിളി കേൾക്കാനോ അതോ തിരിഞ്ഞു നോക്കാനോ? നിങ്ങൾ തന്നെ പറയൂ. ഒരുപക്ഷെ പേരുകൾ മറന്നാലും രൂപത്തെ മനസ്സിൽ നിന്ന് ചീന്തിക്കളയാനാവില്ല. കാലം വളരെ വേഗം കടന്നുപോയി. എങ്കിലും നിങ്ങളെൻ്റെ മനസ്സിൽ പഴയ രൂപഭാവങ്ങളോടെ നിലനിൽക്കുന്നു. കാലം എന്നെ മായ്ച്ചു കളഞ്ഞാലും നിങ്ങളെന്നും ചിരഞ്ജീവികളായിരിക്കണം. അതിനായി ഞാൻ ഇതിവിടെ കുറിക്കുന്നു. എൻ്റെ കുട്ടികൾ, എൻ്റെ ക്ലാസ്, എൻ്റെ കുട്ടികൾ, എൻ്റേതെന്ന് ചൊല്ലും ഇവരാരെന്ന് ചൊല്ലിടട്ടെ. പിഴവുണ്ടെങ്കിൽ പൊറുത്തിടുക. വിദ്യാലയത്തിലെ മണൽത്തരിക്കു പോലും അറിയുമീ അജു ഡിയെന്നു പേരായിടുമി കോമാളിയെ, മിടുക്കനെ, സ്വയം രാജ്യസ്നേഹിയെന്നുദ്ഘോഷിക്കുമി കുമാരനെ. മലയാളമറിയാത്ത കുട്ടിയാണിവൻ, മറുനാട്ടിൽ പഠിച്ചു വളർന്നവനാണിവൻ എന്ന ലേബലാൽ അറിഞ്ഞിടുന്നു അഭിജിത്ത് എന്നു പേരായ സൗമ്യശീലൻ. ക്ലാസ് മുറിയിലെ ചെറുബാലനായി മാറിയോരാ ബാബുവിൻ പേര് ചൊല്ലിയിടുവാൻ വിഷമിച്ചാനി ടീച്ചറോട് ചൊല്ലി സതീർത്ഥ്യർ. ബ്രവിഷ് എന്നല്ല ബ്രാവിഷ് എന്ന് ചൊല്ലു ടീച്ചർ. ഗോപികമാർക്കെല്ലാം വല്ലഭനായി, അച്ഛനും അമ്മയ്ക്കും ഗോപുവായി, സഹപാഠികൾക്കെല്ലാം ഗോപിയായി മാറിയ വശ്യസുന്ദരനാകും ഗോപീകൃഷ്ണനൊരു സാഹിത്യകാരൻ. ക്ലാസ് മുറിയിലെ ഗൗരവമായി മാറിയ ഹരിഗോവിന്ദെന്നു പേരാമി കുമാരകൻ. ജീവിച്ചിടുന്നു സ്വാമിതൻ തത്വങ്ങളിൽ, ചരിച്ചിടുന്നു വിജയോന്മാദലഹരിയിൽ. വാദതർക്കങ്ങളിൽ വിജയിയായി മാറുവാൻ കാക്ഷിക്കുമി ജോസഫ് പീറോയ്. നിസ്സാരതകളെ വെല്ലുന്നവനായി വിദ്യാലയത്തിൽ വിലസിടുന്നു. കുട്ടിത്തം മാറാത്ത മനുവെന്ന് വിളിക്കുന്ന മനുപ്രസന്നൻ. പരന്ത്രീസറിയുന്ന ഭാഗ്യവാൻ. ഹരിതൻ പിൻഗാമിയായി മധുവായി വ്യാപരിച്ചിടുന്നീ വിദ്യാലയത്തിൽ. പ്രേമവിവശനായി പ്രേമലോലനായി മാറിയ പ്രമോദെന്നു പേരാകുമി വിശ്വസുന്ദരൻ. തിരിച്ചേൽപ്പിക്കുവാൻ മറന്നിടുന്നു തൻ പ്രോഗ്രസ് കാർഡിനെ തന്നെയും. കണ്ണട വെച്ചൊരി കുമാരനിഷ്ടമാം പദമേതെന്നു ചൊല്ലട്ടെ സാവധാനം. സെൽജിൻ സേവ്യർ എന്ന പേരാൽ അറിയുമി ബോർഡിങ്ങിൽ അന്തേവാസിയാമിവൻ. ഓർമ്മശക്തിതൻ നിറകുടമായി മാറുവാനീ മാനവൻ ശ്രമിച്ചിടുന്നു, പഠിച്ചിടുന്നു ശാസ്ത്രപാഠ ചോദ്യാവലികൾ. ചെറുശാസ്ത്രജ്ഞനാം ശ്രീകാന്തെന്ന മാൻപേടമിഴിയുള്ളവൻ. ശരീരശേഷിയുള്ളൊരീ ബാലകൻ സുനിലെന്നു പേരാകുമീ മറുനാട്ടുകാരൻ. തൻ സാമർഥ്യം തെളിയിച്ചിടാത്ത മേഖലയല്ലോ പഠനരംഗം. പാഠഭാഗങ്ങളിൽ ബദ്ധശ്രദ്ധനായി വിദ്യാധാരിയായ വിദ്യാധരൻ. ക്ലാസ് മുറിയിൽ ഉഴപ്പിടാതെ തൻ ജീവിതപാത തെളിച്ചിടുന്നു. വിൻസെന്റ് വിജയനെന്നരാ ബാലന്റെ സ്വഭാവ വൈചിത്ര്യം ചൊല്ലുവാനാളല്ല. തുടുത്ത മുഖവും നിൻ മൗനദീക്ഷയും പശ്ചാത്താപവും ഞാൻ മറക്കില്ലൊരിക്കലും. വിസ്മയം നിറഞ്ഞ വാക്കുകളാൽ, വിസ്മയം നിറഞ്ഞ നോട്ടങ്ങളാൽ വിസ്മയം ജനിപ്പിച്ച കുമാരനാരെന്ന് ചൊല്ലട്ടെ. അവനല്ലോ വിനീത് കൃഷ്ണൻ. ബുദ്ധി കൂർമ്മതയാൽ സതീർത്ഥ്യർക്കെല്ലാം പേടിസ്വപ്നമായി മാറുന്നു ആര്യാപ്യാരിലാൽ. പരീക്ഷാവേളയിൽ സംഭ്രമം കാണിച്ചിടുമിവളെങ്കിലും ഒന്നാമതായെത്തുന്നു ഫലപ്രഖ്യാപനത്തിൽ. അരുണയെന്നു പേരാകുമി ശ്യാമസുന്ദരി. നിശബ്ദയാണിവൾ, ക്ലാസ് മുറിയിലെ മൂകപാത്രമായി മാറുവാൻ ആഗ്രഹിക്കുന്നില്ലിവൾ. അഞ്ജു അന്ന അബ്രഹാം എന്ന നീണ്ട പേരാൽ അറിയപ്പെടുമി കുമാരി. ശ്രമിച്ചിടുന്നു വിജയവീഥിയിൽ മുന്നേറുവാൻ. കരുത്തേകിടുക നിങ്ങളെല്ലാം. ഇടയ്ക്കിടെ വീഴുന്ന ചോദ്യങ്ങളാലൻ ശ്രദ്ധയാകർഷിച്ചിടുന്ന കുമാരി. നീയല്ലോ അർച്ചനയെന്നു പേരായ അംബുജാക്ഷി. ധന്യ ജോർജ് എന്ന പേരിനാൽ ധന്യയായ കുമാരി. നീ ശ്രമിച്ചിടുക നിരന്തരം. പാഠഭാഗങ്ങൾ സൂക്ഷ്മമായി പഠിക്കുവാൻ. വിജയം നിനക്കപ്രാപ്യമാവുകില്ല. സൂക്ഷ്മഗ്രാഹിയാം ജിന്നി ആന്റണി. വ്യർത്ഥമാക്കിയിടാതെ നിൻ ചിന്തകൾ തിരിച്ചിടുക പഠനരംഗത്തിൽ. സ്വന്തമാക്കൂ നിൻ വിജയകിരീടം. ഹിൽഡ ജോണെന്ന പേരിനാൽ വിളങ്ങിടുന്ന കുമാരി നീ. വിജയകിരീടം ചാർത്തുവാൻ ശ്രമിച്ചിടുക നിരന്തരം.
കായിക രംഗത്തെ പ്രതിഭയായി മാറിയ ക്ലാസ്സിലെ ഏക പെൺകൊടിനി ഇന്ദുവെന്ന പേരിനാൽ പൂർണേന്ദുവായി ശോഭിച്ചിടുന്നീ വിദ്യാഗേഹത്തിൽ. പെൺവിഭാഗത്തിൻ്റെ നായികയായി നേതൃത്വം വഹിക്കുന്ന സ്ഥാനാർത്ഥി ആരെന്നു ചൊല്ലുമോ നിങ്ങൾ? അവൾ തൻ പേരല്ലോ ജയലക്ഷ്മി. ചടുലമാനസേ ചുഴിഞ്ഞെത്തുമീ നിന്നോട്ടത്താൽ കുഴങ്ങിയിടുന്നെല്ലാരും ജിഷ തോമസ് എന്ന പേരിനാൽ അറിയപ്പെടുന്നീ സമർത്ഥ വിദ്യാർത്ഥിനി. മന്ദസ്മിതം പൊഴിക്കുവാൻ മറക്കുന്ന പെൺകുടി ആരെന്ന് ചൊല്ലട്ടെ. ലക്ഷ്മി എന്ന പേരിനാൽ ഇവൾ സാധൂകരിക്കുന്നു തൻ സ്വഭാവശുദ്ധി. നറുനിലാ പുഞ്ചിരി പൊഴിക്കുമിവൾ ധീരയാണെന്ന് തെളിയിക്കും ഇവൾ ആരെന്ന് ചൊല്ലിടാമോ? സാക്ഷാൽ നിജാ രവീന്ദ്രൻ. നമിതയെന്നു പേരാകുമിവൾ പഠിച്ചിടാൻ അതിസമർത്ഥ. ബോർഡിങ്ങിലെ മറ്റൊരന്തേവാസിയെങ്കിലും വിജയമാർഗം കണ്ടെത്തുമിവൾ. സ്വരരാഗസുധയാൽ വശീകരിച്ചിടുമവൾ. തൻ പേരല്ലോ നിഷാരാജ്. ശബ്ദമാധുരിയാലിവൾ സമ്മാനങ്ങൾ വാരിക്കൂട്ടിടുന്നു. പ്രിയമുള്ള വാക്കുകളാൽ പ്രിയമുള്ള നോട്ടങ്ങളാൽ പ്രിയങ്കരിയായി തീർന്നവളല്ലോ എൻ പ്രിയയാം പ്രിയ. കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കും ഇവൾ തൻ പേരല്ലോ പ്രതിഭാ പ്രകാശ്. പ്രതിഭയായി നീ മാറിയിടുവാനായി ഞങ്ങൾ ഓതുന്നു നിത്യമംഗളം. മുഹമ്മദീയ സംസ്കാരത്തിലേകയായി സതീർത്ഥ്യർത്തൻ നിശബ്ദ മൂകപാത്രമായി ഏകാന്തമായോരിടം തേടുമിവൾ തൻ പേരല്ലോ റസീന റസീദ്. ഗണിതത്തിലും പിന്നെ ശാസ്ത്രത്തിലും പിന്നോക്കമായി മാറിടുന്ന രേഷ്മ സുകുമാരൻ എന്ന സഹപാഠിയെ നിങ്ങൾ സ്മരിച്ചിടുമോ? ആരാലും അറിയാത്ത ഇവൾ ആരെന്ന് ചൊല്ലാമോ നിങ്ങൾക്ക്? സ്മിതയെന്ന പേരാൽ അറിയും ഇവൾ സ്വയം മിണ്ടാപ്രാണിയായി മാറിടുന്നു.